പ്രൈസ് ഗാഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? അത് നമ്മളുടെ ജീവിതവും നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവും ഒക്കെയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ മൂല്യമുള്ളതാ സമയം. ഈ സമയം നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. സമയത്തിന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. നമ്മൾ അക്കൗണ്ടബിളാ. പലപ്പോഴും നമ്മളുടെ സമയം കളയുന്ന ബന്ധങ്ങൾ, സമയം കളയുന്ന സംഭാഷണങ്ങൾ, സമയം കളയുന്ന കാഴ്ചകൾ, ഇതൊക്കെയില്ലേ, ഈ ദിവസങ്ങളിൽ അതിനോടൊക്കെ നോ പറയാൻ നമുക്കൊന്ന് പരിശീലിക്കണം. എന്നെ ഹോളി സ്പിരിറ്റ് പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടാറുണ്ടല്ലേ, അവിടുന്ന് എന്നെ ഡിസിപ്ലിൻ ചെയ്യണമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നെ പരിശുദ്ധാത്മാവെ അങ്ങ് ഡിസിപ്ലിൻ ചെയ്യണമെന്ന്. അതുപോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് തന്നെ പാരൻ്റ് ചെയ്യണമേ, പരിശുദ്ധാത്മാവെ അങ്ങ് അവരെ ഡിസിപ്ലിൻ ചെയ്യണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് നാം ചിലതിനോട് നോ പറയാൻ പഠിക്കുന്നത്. പലപ്പോഴും ഫോൺ കയ്യിലെടുത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം ഒക്കെ എത്ര നേരമാണ് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ എത്ര നേരമാണ് നമ്മൾ സംസാരിച്ച് സമയം കളയുന്നത്. ഇതൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തണം, സ്വയം ഒന്ന് ചിന്തിക്കണം. അങ്ങനെ കർത്താവിന് ഇഷ്ടമല്ലാതെ ദൈവരാജ്യത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത വിധത്തിൽ സമയം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മളുടെ ജീവിതത്തിലുണ്ടോ? അതെന്തുമാകട്ടെ, ചില സഹോദരിമാർ പറയാറുണ്ട്, അവർക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങുന്നിടം വരെ കിച്ചണിലാണ്. എന്നാൽ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല. 1-2 കറി വെച്ചു, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞു. അവർ എന്നോട് പറയാറുണ്ട്, ഇത് കഴിക്കാനേ ഉള്ളൂ, കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ 1 ഹോൾ ഡേ കിച്ചണിലാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയൊന്നും നമ്മുടെ സമയം നഷ്ടമാകാതെ കിച്ചണിലായിരിക്കുന്ന സമയവും അതുപോലെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അതിനെ വർത്താക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും. അതിനെ ഫലപ്രദമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു? സമയം നഷ്ടമായി പോകാതിരിക്കേണ്ടതിന് നാം എന്തെല്ലാം നോ പറയുവാൻ, സ്റ്റോപ്പ് ചെയ്യുവാൻ തീരുമാനിക്കുന്നു എന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം. അതുപോലെ പലരും ഒത്തിരി നെഗറ്റീവ് സംസാരിക്കുന്ന ജനം നമ്മുടെ ചുറ്റുമുണ്ടല്ലേ. അവരുമായിട്ടൊക്കെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്താൽ നമ്മളുടെ അകത്തേക്ക് ആ നെഗറ്റീവ് എനർജി കുത്തിവെക്കുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മേൽ നിൽക്കുന്ന ഒരു അഭിഷേകം ഈ ദിവസങ്ങളിൽ നമ്മളിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങ് ഒഴിവാക്കണം. എന്തു പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ബന്ധങ്ങൾ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാനല്ല, അവരുമായിട്ടുള്ള സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് ഫ്രൂട്ട്ഫുൾ ആക്കുവാൻ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നഷ്ടപ്പെടുത്താതെ ആ സമയം ഫലപ്രദമാക്കുവാൻ എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. ഈ 1-2 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ചിന്തകളാണ്. ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാനും ഈ പറഞ്ഞതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കിച്ചണിൽ ജോലി ചെയ്യാൻ കയറുമ്പം അനുഗ്രഹിക്കപ്പെട്ട വേർഷിപ്പ് സോങ്സ്, അതുപോലെ മെസ്സേജസ് ഒക്കെ ഇട്ട് വേർഷിപ്പ് ചെയ്ത് മെസ്സേജസ് ഒക്കെ കേട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തായിരിക്കും ഞാൻ മിക്കവാറും കിച്ചണിൽ നിൽക്കുന്നത്. അതുപോലെ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ മിക്കവാറും വാഹനത്തിൽ വേർഷിപ്പ് സോങ്സ് ആയിട്ട് വേർഷിപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു പോകുന്ന ദേശങ്ങൾക്കായിട്ട് ടങ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ക്വാളിറ്റി ടൈം കാറിനകത്ത് ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് സംസാരിക്കുകയും അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ സമയം
ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കുവാൻ സാധിക്കുന്നത്. അതിനായിട്ട് എന്തിനോടെല്ലാം നോ പറയണം, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. ഇത് ജീവിതത്തിലൊന്ന് ശീലിക്കാൻ നോക്ക്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സമയം അത് ഏറെ ഫലപ്രദമാകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. നമുക്കറിയാം, നാം ഒരു ചുവട് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി 100 ചുവട് വെക്കും, 1000 ചുവട് വെക്കും. നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മെ കൂടെ നിന്ന് സഹായിക്കുവാൻ, ആ എടുക്കുന്ന തീരുമാനത്തിൽ സക്സസ് ആകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ ആലോചനയ്ക്ക് നന്ദി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടത് ഷെയർ ചെയ്തു. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിരിക്കുന്ന വിലപ്പെട്ട സമയം അത് വളരെ മീനിങ് ഫുള്ളാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ദൈവഹിതപ്രകാരം അവരോരോ നിമിഷവും നയിക്കപ്പെടുമാറാകട്ടെ. അവരുടെ കുടുംബത്തിനും ദേശത്തിനും സഭയ്ക്കുമൊക്കെ അനുഗ്രഹമാകട്ടെ. വി ലവ് യു ലോർഡ്. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഞാൻ പറഞ്ഞു അങ്ങ് ഒത്തിരി പറഞ്ഞോ എനിക്കറിയില്ല. പക്ഷേ ഈ സന്ദേശം, ചെറിയ സന്ദേശം, അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലവ് യു.